ഒന്നാമത്തെ അറിയിപ്പെന്ന് പറയുന്നത് കൃപാസനത്തിലെ ഏറ്റവും വലിയ നേർച്ച ഉടമ്പടിയാണ്. ആ ഉടമ്പടിയിലുള്ള തിരികൾ, പച്ചയും നീലയും തിരികൾ, അത് ദൈവികമായ കൽപ്പിതമായിട്ട് പ്രാർത്ഥിച്ച് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള, പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ദൈവം നൽകിയ ഉടമ്പടി വിധി പ്രകാരമുള്ള തിരികളാണ്. അത് അങ്ങനെ ഉടമ്പടി തിരിയാണെന്ന രീതിയിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പച്ച നീലൻ തിരികൾ ആൾക്കാർ ചന്തയിൽ പുറത്ത് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ വെഞ്ചരിച്ചതാണെന്ന് പറയുന്നുണ്ട്. അതൊന്നും അച്ഛൻ വെഞ്ചരിച്ചതല്ല, അതവിടെ കള്ളത്തരമാണ്. അവരെ ഒരു വിശുദ്ധി ഇല്ലാതെ സംസാരിക്കുന്ന പോലെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ ചില സമയത്തൊക്കെ അവർ തമ്മിൽ തന്നെ വഴക്കുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തീർത്ഥാടന കേന്ദ്രത്തിനും അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ദൈവികമായ സന്നിധാനത്തിൻ്റെ ഒരു വിശുദ്ധി സൂക്ഷിക്കാതെയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം, പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണത്. അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം വെച്ചാൽ, പോലീസ് തന്നെ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. പോലീസ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇത്രയും തിരികളിങ്ങനെ ആളിക്കത്തിക്കുമ്പോൾ ഈ ചൂട് കാലത്ത് തീപിടുത്തം ഉണ്ടായാൽ അച്ഛൻ സമാധാനം പറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ഈ തിരികത്തിക്കാൻ അനുവാദമില്ലാർക്കും. 15, അതായത് 50 മീറ്റർ ചുറ്റളവിൽ, കൃപാസനത്തിൻ്റെ 50 മീറ്റർ ചുറ്റളവിൽ തിരികത്തിക്കാൻ അവകാശമില്ല. അതായത് തിരികത്തിക്കാൻ പാടില്ല. അത് ഈ ഫയറിൻ്റെ വിഷയമാണത്. കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ മൊത്തം കത്തും. ഈ സമയത്ത് പിന്നെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അച്ഛനെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് പോലീസ് തന്നെ ഇപ്പം തിരികത്തിക്കൽ നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആരും തിരികത്തിക്കാൻ നിൽക്കരുത്. തിരികത്തിക്കാൻ വേണ്ടി ആരും തിരി വാങ്ങിക്കുകയും ചെയ്യരുത്. കാര്യം കത്തിക്കാൻ പറ്റത്തില്ല ഇവിടെ. ചിലർ പറയും തിരി കൊണ്ടുവന്ന് വെച്ചാൽ മതി, അവിടെ അങ്ങ് വെക്കാൻ പാടില്ല. അങ്ങനെ അനുവദിച്ചിട്ടില്ല ഇവിടെ. തിരി വെക്കാൻ പോലും അനുവദിച്ചിട്ടില്ല. ഉടമ്പടിക്ക് മാത്രമേ തിരിയുള്ളൂ. അത് ഓഫീസിൽ നിന്ന് ലഭിക്കും. അത് പ്രാർത്ഥിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് അത് കത്തിക്കേണ്ടത്. ഈ പ്രദേശത്തൊന്നും ചെയ്യാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്നവരെ വഴി പിടിച്ചു നിർത്തുക, അവരെ തിരി വാങ്ങിക്കാത്തൊരു അസഭ്യം പറയുക, അങ്ങനെ കുറേ കംപ്ലൈൻറ്റുകൾ പോലീസിൽ പോയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ധ്യാനകേന്ദ്രത്തിൻ്റെ ഒരു വിശുദ്ധി നഷ്ടപ്പെടുന്ന രീതിയിലാണ് ചില ആൾക്കാർ പെരുമാറുന്നത്. അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഇത് അച്ഛൻ വെഞ്ചരിച്ചാണെന്ന് പറഞ്ഞാണ് അവർ അതൊക്കെ ചെയ്യണത്. അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. അങ്ങനെ ഒന്നും അച്ഛൻ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ കൃപാസനത്തിൻ്റെ പേരിൽ സാമ്പത്തികമായ കാര്യങ്ങൾ ചോദിക്കുകയോ കൊടുക്കുകയോ ചെയ്യുന്നതൊന്നും അച്ഛൻ അറിയാത്ത വിഷയങ്ങളാണ്. അങ്ങനെ കൃപാസനത്തിൻ്റെ വിഷയങ്ങളല്ല. അതൊക്കെ അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന രീതിയിലുള്ള ഈ ഓൺലൈൻ തട്ടിപ്പുകളാണ്. അതിൽ വീഴരുതെന്ന് കൂടി പ്രത്യേകം ഓർപ്പിക്കുന്ന. മെയ് മാസം മാതാവിൻ്റെ മാസമാണ്. കൃപാസനത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ 2 സീസണാണുള്ളത്. ഒന്ന് ഒക്ടോബർ മാസം ജോമാല റാലി, രണ്ടാമത്തെ മെയ് മാസം മാതാവിൻ്റെ വണക്കം ആൾക്കാർ ഏറ്റെടുത്ത് നടത്തുന്നതാണ്. വണക്കം ഏറ്റെടുത്ത് നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു കൗണ്ടറിൽ നിന്ന് വണക്കത്തിൻ്റെ ചീട്ടുകൾ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ നിയോഗം അവിടെ എഴുതി കൊടുത്താൽ മതിയാകും. മൂന്നാമത്തെ അറിയിപ്പ് വളരെ കൃത്യമായ രീതിയിൽ ഭംഗിയായിട്ട് ദൈവപരിപാലനം